നിന്റെ കണ്ടെത്തലുകളിൽ നീ നടത്തിയ ഏറ്റവും വലിയ തെറ്റാണ് എന്നെ കണ്ടെത്തിയെന്നുള്ളത്. മനുഷ്യരാശിക്ക് പുത്തൻ പൊന്തുപോലുമായി ശാസ്ത്രലോകം. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയ്ക്കൊടുവിൽ ദൈവമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്രജ്ഞർ. ദൈവത്തെ ആമസോൺ കൊടുങ്കാട്ടിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ച് കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ അറിയിച്ചു. ഇത്രയും നാൾ എന്റെ പേര് പറഞ്ഞുള്ള വിഭാഗീയത മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ എന്റെ അവകാശവാദത്തെ തുടർന്നുള്ള യുദ്ധമായിരിക്കും നടക്കാൻ പോകും. എന്തായാലും യുക്തിവാദികൾക്ക് ഒരു അടിയായിരിക്കും അല്ലേ? ശാസ്ത്രം പറയുന്നത് സത്യമാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് യുക്തിവാദി. ഈ വിശ്വാസികളെ എങ്ങനെയാണ് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ? ഇപ്പോൾ കിട്ടിയ വാർത്ത, ദൈവത്തിന്റെ അവകാശവാദത്തെ തുടർന്ന് ലോകത്തങ്ങിങ്ങായി മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. വലിയൊരു സംഘർഷത്തിലേക്ക് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കും ഈ വർഗീയ കലാപം എന്നതിനെ തുടർന്ന് UN ലോകത്തെമ്പാടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. യുദ്ധമുഖത്ത് നിന്നുള്ള അവസാനത്തെ റിപ്പോർട്ടാണ്. ഞങ്ങളുടെ ക്യാമറമാൻ ഏതോ നിമിഷവും കൊല്ലപ്പെട്ടു പോയി. ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കൊച്ചു കുട്ടികളെ വരെയാണ്. എന്റെ ജീവിതത്തിൽ വേഗം പറയാം. എന്റെ ജീവിതത്തിൽ ജീവനൊക്കെ ബാക്കി അവനെ കൂടെയാണ് വേഗ. നമസ്കാരം. ഇത്തവണത്തെ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. ദൈവത്തെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഇത്തവണ നോബൽ സമ്മാനം. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, പറഞ്ഞോളൂ. ഈ നോബൽ സമ്മാനം ഞാൻ തിരസ്കരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിന് കാരണക്കാരനായത് ഞാനാണ്. എന്നെ കണ്ടുപിടിത്തവർ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിനാശകാരിയായിരിക്കുന്ന ആയുധമാണ് ഞാൻ കണ്ടുപിടിച്ച ദൈവം. ബാപ്പു, ഇവിടെ യുദ്ധങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം നികഷ്ടമായ എന്റെ പേര് ദൈവം. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ഉപകാരത്തിന് ഞാൻ കെട്ടേണ്ടി വന്ന ഈ കോമഡി വേഷം.